എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനം. കൊള്ളാലേ വചനം. വിശ്വാസം കൊണ്ട് മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുക. സത്യം പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമായിട്ടാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുക. എപ്പോഴും പ്രോത്സാഹനം എന്ന് പറയുന്നത് എൻകറേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളർത്താനുള്ളതാണ്, ഒരിക്കലും തളർത്താനുള്ളതല്ല. വീണ് പോയവരെ എഴുന്നേൽപ്പിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ കഴിവുകളൊക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഓരോ പ്രോത്സാഹനങ്ങളും, ഓരോ എൻകറേജ്മെൻറ്റുകളും, ഓരോ പ്രഷ്യസ് ആയിട്ടുള്ള വേർഡ്സുകളും ഇപ്പം ഇവിടെ പറയുകയാണ്, വിശ്വാസം കൊണ്ട് നമുക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശ്വാസം കൊണ്ട് നമുക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മുടെ മുൻപിൽ ഏതെങ്കിലും തെറ്റുപറ്റിയ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ വിചാരിച്ചല്ല, വീണുപോയി എന്ന് നമ്മളോട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അയാളെ കുറ്റപ്പെടുത്താം. നീ എന്ത് പരിപാടിയാണ് ചെയ്യുക, നീ ഇത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് കർത്താവിൻ്റെ മകനാണ് മകളാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താം. മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, സാരമില്ലടാ പോട്ടെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, വീണു പോകാത്തവരായിട്ട് ആരുമില്ല, നമ്മുടെ കർത്താവിന് അറിയാമെന്നേ, ഒരു കാര്യം ചെയ്യും, നീ പോയി നല്ലൊരു കുമ്പസാരം നടത്തുക, അല്ലെങ്കിൽ വേണ്ട ഞാനും നിൻ്റെ കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോയി കുമ്പസാരിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ടല്ലോ, നമ്മുടെ കൂടെയുള്ള ആ വീണുപോയ വ്യക്തി വിശ്വാസത്താൽ പ്രോത്സാഹിപ്പെടുക. ആ വ്യക്തി വീണ്ടും കർത്താവിന് വേണ്ടി ജ്വലിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിലോ, വിശ്വാസത്തിൽ നമ്മുടെ കൂടെ ഇങ്ങനെ കട്ടക്ക് നിൽക്കാൻ ഒരാളുണ്ടെങ്കിലോ, നമ്മൾ ഒരിക്കലും പ്രിയപ്പെട്ടവർ വീണു പോയാലും നമ്മൾ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെയും നിങ്ങളുടെ വിശ്വാസം. എത്രമാത്രം അർത്ഥമുള്ളതാണെന്ന് നോക്കിയ ആ വാക്കുകൾ. എൻ്റെയും നിങ്ങളുടെ വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വീണു പോകാത്തവരായിട്ടില്ല, നമ്മളെല്ലാവരും വീണുപോകരാണ് പക്ഷെ നമ്മൾ തിരിച്ചു വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നൊരു വചനമാണിത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൻ്റെ ഈ ശക്തി നമ്മുടെ എല്ലാവരുടെയും മേലെ നിറയട്ടെ. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹവും അഭിഷേകവുമായി മാറി ഈ വചനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.